ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. കുറേ നാളായിട്ട് ജീവയുടെ ഒരു സിനിമയും വരുന്നില്ല. അതിപ്പോൾ വന്നു. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ജീവ അഭിനയിക്കുന്ന തലൈവർ തമ്പി തലമേൽ എന്ന ടീസറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഫാലിമി ഡയറക്ടർ, അതുകൊണ്ടാണ് അപ്പൊ വിഷ്ണു വിജയ വന്നത്. மனமேடையில ஏத்துற வரைக்கும் எல்லாம் என் பொறுப்பு தான். நீங்க எங்க உட்கார்ந்து நல்லா குடிச்சிட்டு இருங்க. അത് മറ്റേ മലയാള സിനിമയിൽ അത് മറ്റേ 18+ ഏത് സിനിമ നസ്ലന്റെ കൂടെ ഉള്ള ഒരു ആക്ട്രസ് ആണ് ആ പെണ്ണ്. பெரிய கூத்தே நடந்துட்டு இருக்கு. என்னடா ஆச்சு? ஒண்ணும் இல்லைங்க, கொஞ்சம் பிரச்சனை. அது ஏன் வீட்லயே பிரச்சனை ஆகும்டா. அப்பாக்கு மட்டும் தெரிஞ்சது. என்ன பிரச்சனையா இருக்கும்? இனி பாரு பிரச்சனை எப்படி. മലയാളത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. படிச்சு சொன்னேனேடா, கண்டிஷன்ஸை ஃபாலோ பண்ணுங்கடான்னு கேட்டீங்களா? തലൈവർ തമ്പി തലമേൽ. அங்க ஒண்ணு வர வேண்டாம் கேட்டாச்சா. അത് മറ്റേ അതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരന് സിനിമയിൽ വന്ന് ഇത് കണ്ടിട്ട് ഒറ്റ ദിവസത്തെ പടം എന്നാണ് തോന്നുന്നത്. ഒരു മുത്തന്താ സ്വാമി എല്ലാ മലയാളത്തിൻ്റെ ആൾക്കാരായിരിക്കുന്നുണ്ട്. ടീച്ചർ കൊള്ളാം. എനിക്ക് തോന്നുന്നു ടീച്ചർ കണ്ടിട്ട് ഒറ്റ ദിവസത്തെ, അതായത് ഒരു കല്യാണത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെന്നാണ് തോന്നുന്നത്. ജീവക്ക് ഒരു പൊളിറ്റീഷ്യൻ സൈഡിൽ നിൽക്കുന്ന ഒരു മാമച്ചൻ റോള്, ആൻഡ് കല്യാണത്തിന് വരുന്നു, അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയിരിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഫാലിമി എടുത്ത ഡയറക്ടറാണ്, ആൻഡ് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയാണ്. ആൻഡ് കുറേ നാളായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ മിസ്സിങ് ആണ്. അതായത് ഇത് ജീവ, ആര്യ, ജയ്, വിശാൽ, ഇങ്ങനെ ഇവരുടെ ഒക്കെ ഒരു നല്ലൊരു പടങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കംബാക്ക് കിട്ടിയിട്ട് ഒരുപാട് നാളായി. പഴയ ഒരു നല്ലൊരു പ്രൈം ഹീറോസ് ആയിരുന്നു അവരൊക്കെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നു. അവരൊന്നും ഇപ്പോൾ ഒരു നല്ല പടങ്ങളൊന്നുമില്ല. ആൻഡ് ഈവൻ ഇപ്പം പ്രദീപ്, ഹാരിഷ് കല്യാൺ, ധ്രുവ്, എല്ലാവർക്കും നല്ല പോലെ പടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പുതിയ പടങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് പഴയ ആ ഒരു ഹീറോസിനൊന്നും ഇപ്പോൾ ഒരു പടങ്ങളും വരുന്നില്ല, ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. എന്തായാലും ഈ ഒരു പടം നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.